ഇന്നലെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചത് ആവേശത്തിലെ നടൻ മിഥൂട്ടിയുടെ വിവാഹ കാഴ്ചകളാണ്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മിഥൂട്ടിയുടെയും പ്രണയിനിയുടെയും വിവാഹത്തിന് ആശംസകളറിയിച്ച് ആയിരക്കണക്കിന് ആരാധകരും എത്തിയിരുന്നു. ക്ഷേത്രമുറ്റത്ത് വെച്ച് നടന്ന താലികെട്ടിനും മണ്ഡപത്തിൽ വെച്ച് നടന്ന വിവാഹാഘോഷങ്ങൾക്കും പിന്നാലെയാണ് ഇരുവരുടെയും പ്രണയകഥയും പുറത്തുവന്നത്. 2 വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇവരുടെ കൂടിച്ചേരൽ. മിഥൂട്ടി ആവേശത്തിലേക്ക് എത്തും മുന്നേ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കവെയാണ് സുഹൃത്തുക്കൾ വഴി പാർവതിയും മിഥുനും പരിചയപ്പെടുന്നത്. ആ പരിചയവും സുഹൃത്ബന്ധവും മിഥൂട്ടിയുടെ മനസ്സിലാണ് ആദ്യം പ്രണയത്തിന്റെ വിത്തുകൾ പാകിയത്. പിന്നെ അത് ഒട്ടും വൈകാതെ തുറന്നും പറഞ്ഞു. പാർവതിയോട് പ്രണയം തുറന്നു പറഞ്ഞ മിഥൂട്ടിക്ക് അപ്പോൾ തന്നെ യെസ് എന്ന മറുപടിയും പാർവതി നൽകിയിരുന്നില്ല. കുറച്ചു ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഓക്കെ പറഞ്ഞ പാർവതി പക്ഷേ ഒരു നിബന്ധന അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. വിവാഹം കഴിക്കണമെങ്കിൽ വീട്ടുകാരുടെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ. അതിനും മിഥൂട്ടിക്ക് സമ്മതമായിരുന്നു. അങ്ങനെ ആരംഭിച്ച പ്രണയമാണ് മിഥൂട്ടി സിനിമയിലേക്ക് എത്തിയതിന് പിന്നാലെ വിവാഹത്തിലേക്കും എത്തിയത്. പയ്യൻ ചെറിയ കുട്ടിയായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ വിവാഹവിശേഷം എത്തിയപ്പോഴാണ് നടന് വിവാഹം കഴിക്കാനുള്ള പ്രായമായെന്ന് തന്നെ ആരാധകരും തിരിച്ചറിഞ്ഞത്. മാത്രമല്ല, ഇപ്പോഴും പഠനം തുടരുന്ന പാർവതി ഇപ്പോൾ PhDക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മിഥുൻ സുരേഷ് അല്ലെങ്കിൽ മിഥൂട്ടി എന്നാണ് നടന്റെ യഥാർത്ഥ പേര്. അമ്മയാണ് മിഥൂട്ടി എന്ന പേര് വിളിച്ചു തുടങ്ങിയത്. തൃശൂർ പുത്തൂർ സ്വദേശിയായ മിഥുൻ വിവാഹം കഴിച്ച പെൺകുട്ടി പാർവതി തിരുവനന്തപുരം സ്വദേശിനിയാണ്. രംഗന്റെ പിള്ളേരെ വിറപ്പിക്കുന്ന കോളേജിലെ സീനിയർ കുട്ടേട്ടനായി ശ്രദ്ധേയമായ അഭിനയമാണ് മിഥുൻ കാഴ്ചവെച്ചത്. ടിക്ടോക്ക് റീൽസ് സ്റ്റാറായിരുന്ന മിഥുൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത്. നാളുകളായി മോജിലും ജോഷിലും റീൽസിലും ഒക്കെയായി സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതനാണ് മിഥുൻ. കഷ്ടപ്പാടുകൾക്കൊടുവിൽ ആവേശത്തിലെത്തി ചിരിയുടെ മാലപ്പടക്കം തീർത്ത മിഥുൻ കുട്ടിയായി ജീവിക്കുകയായിരുന്നു. അത്രത്തോളം ആ കഥാപാത്രത്തെ മനോഹരമാക്കുവാൻ മിഥുന് സാധിക്കുകയും ചെയ്തു. അഭിനയത്തിലേക്ക് എത്തും മുന്നേ മിഥുൻ ഗ്രാഫിക് ഡിസൈനിങ്, അഡ്വർടൈസിംഗ് എന്നീ രംഗങ്ങളിൽ ജോലി ചെയ്യവെയാണ് ആവേശത്തിലേക്ക് എത്തിയത്. വില്ലനായി തകർത്താടിയ മിഥുന് വില്ലത്തരം മാത്രമല്ല കോമഡിയും അനായാസമായി വഴങ്ങും എന്നതിന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. ഒരിക്കൽ മിഥുൻ്റെ ഒരു പഴയകാല റീൽ വൈറലാവുകയും ചെയ്തിരുന്നു. രസകരമായ കമൻറ്റുകളായിരുന്നു അന്ന് ആ വീഡിയോയ്ക്ക് ലഭിച്ചത്. സോഷ്യൽ മീഡിയയിൽ റീൽസുകൾ ചെയ്യാൻ തുടങ്ങിയതോടെയാണ് മിഥുന് അഭിനയിക്കാനുള്ള ആത്മവിശ്വാസം കൈവന്നു തുടങ്ങിയത്. അപ്പോഴാണ് ആളുകൾ തിരിച്ചറിഞ്ഞും തുടങ്ങിയത്. റീൽസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പിന്തുണയുമായി കൂടെ നിൽക്കുന്നത് അമ്മയാണ്. അമ്മയുടെ പ്രചോദനമാണ് മിഥുനെ സിനിമയിലേക്ക് എത്തിച്ചത്. തിയേറ്ററുകളിൽ തരംഗം തീർത്ത സിനിമയായിരുന്നു ആവേശം. കഴിഞ്ഞ വർഷം വിഷു റിലീസായി എത്തിയ ചിത്രം പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞെങ്കിലും ചിത്രത്തിലെ വില്ലനായ കുട്ടി എന്ന കുട്ടേട്ടനെ പ്രേക്ഷകർ മറന്നിട്ടില്ല. റീൽസ് കണ്ടാണ് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ മിഥുനെ ബന്ധപ്പെട്ടത്. അങ്ങനെ ഓഡീഷനും സ്ക്രീൻ ടെസ്റ്റുമെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഫഹദ് ഫാസിൽ ചിത്രമാണെന്നും അറിഞ്ഞത്. അച്ഛനും അമ്മയും ചേച്ചിയും 2 അനിയന്മാരും അടങ്ങുന്നതാണ് മിഥുന്റെ കുടുംബം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.